ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, ക്ലച്ച്, എയർ ഫിൽറ്റർ തുടങ്ങി ഡീറ്റെയിലായിട്ട് നമ്മളെല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഷൂ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ലൈനർ വലിയ പഴക്കമായിട്ടില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കമ്പനി ലൈനർ തന്നെ കിടക്കണത്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം, വേറെ കുഴപ്പമില്ല. ബാക്കിലത്തെ വീലിൻ്റെ ആക്സിലിൻ്റെ അവിടെ ആയാലും ബെയറിങ്ങിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ ബാക്ക് സൈഡ് നമുക്ക് ഇവിടെ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മേജറായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ അവിടെ ഓയിൽ കൂടുതലായിട്ട് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് അഴിച്ച് അതിൻ്റെ ഓയിൽസിൽ മാറ്റിക്കളയാം കേട്ടോ. വേറെ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളൊന്നുമില്ല. ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാം, ബ്രേക്ക് ലൈനർ ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം, വേറെ പ്രോബ്ലം. കഴിഞ്ഞ സർവീസിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ സർവീസിൽ ബ്രേക്ക് ലൈനർ മാറ്റിയതായിരിക്കണം. പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഹബ്ബ് ഭാഗമാണ്, അത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്കതൊന്ന് ഉരച്ച് ക്ലീൻ ആക്കിയിടാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യമുണ്ട്, നല്ല കട്ടയുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. പുതിയ ഫിൽറ്റർ കിടക്കണം, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് ആ ഭാഗത്ത് ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ വേരിയേറ്റർ ബോഡി അതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അയച്ചാണ് നമ്മൾ. ഓയിൽ സീലുകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഓയിൽ സീലുകൾക്ക് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ കമ്പനി ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ഒന്ന് എയറടിച്ച്, കുറച്ച് പൊടിയൊക്കെ ഉരഞ്ഞ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീൻ ആക്കുക, റീസെറ്റ് ചെയ്യുക. ക്ലച്ചിനകത്ത് മേജറായിട്ടുള്ള വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും വർക്കിംഗ് ഒക്കെയാണ്, ഉരച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടേക്കാലും വേറെ പറയത്തൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഇവിടെ കേബിൾ ലോഡായിട്ട് നിൽക്കണേ. അപ്പോൾ ബ്രേക്ക് നമുക്ക് അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കാൻ നേരത്തെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടണം. അപ്പോൾ ആ കേബിൾ നമുക്ക് മാറ്റിയിടാം. മുകളിലത്തെ കേബിൾ കുഴപ്പമില്ല, അടിയിലത്തെ കേബിൾ മാത്രമാണ് പ്രശ്നം കാണിക്കണം. അത് കൈയോടെ നമുക്ക് മാറ്റിയിടാം കേട്ടോ. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ടയറാണ്. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്, 2024 മോഡലാണ്. ബാറ്ററി മേത്ത അതിൻ്റെ മോഡൽ നോക്കിയിട്ട് പറഞ്ഞാൽ 2024 അപ്പോൾ ഞാൻ അതും കൂടിയും കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. വലിയ പഴക്കമുള്ള ബാറ്ററി അല്ല, വാറണ്ടി പീരീഡിലുള്ളതാണ്. എന്നാൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ഉള്ളതും കൊണ്ട് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.89 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. കംപ്ലൈൻറ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതികളെ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷനൊന്ന് കറക്റ്റ് ബാറ്ററി സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിൽ കൂടെ പ്ലഗ് മാറ്റിയതാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല, ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ മെയിനായിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാം, ജനറൽ സർവീസായിട്ട് ചെയ്യാം, അതേപോലെ തന്നെ വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം കൂട്ടത്തിൽ. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഈ ഒരു ഐറ്റം മാറ്റിയിടാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടതാണ് പീ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഇച്ചിരി പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ വന്ന ഭാഗമാണ്, അത് ഒരല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ്. അതായത് ഒരു 100 താഴെ, ഏകദേശം ആ റേഞ്ച് വരുള്ളൂ. 100 150 ഏകദേശം ആ റേഞ്ച് വരുള്ളൂ. അത് മാത്രമാണ് ഒരു ഇതായിട്ടുള്ളത്. അപ്പോൾ അത് ക്ലച്ചിനകത്ത് പ്രശ്നമായിട്ടുള്ള തോന്നണം, അത് മാത്രമേ ഉള്ളൂ, നമുക്ക് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. എന്തായാലും നമുക്കൊരു 5:30-6 മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഓക്കെ.